കേരളത്തിലെ ആരോഗ്യമേഖല ആകെ കുത്തഴിഞ്ഞതാണെന്നുള്ള ഉദാഹരണമാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ കുട്ടിയുടെ തലയിലുണ്ടായ മുറിവിന് സ്റ്റിച്ചിട്ട സംഭവമെന്നും സാധാരണക്കാരന്റെ ജീവന് ഒരു വിലയും നൽകാത്ത കേരളത്തിലെ ആരോഗ്യമേഖലയെ നിഷ്ക്രിയമാക്കി മുന്നോട്ടു പോവുകയാണ് സർക്കാരെന്നും കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത്ത് കുറ്റപ്പെടുത്തി. ആരോഗ്യമേഖലയിലെയും വൈക്കം താലൂക്ക് ആശുപത്രിയിലെയും അധികൃതരുടെയും കുറ്റകരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വൈക്കം ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്നതാണെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ടൗൺ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സോണി സണ്ണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PD ഉണ്ണി, നേതാക്കളായ B അനിൽകുമാർ, അഡ്വക്കേറ്റ് A സനീഷ് കുമാർ, വിജയമ്മ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലോക്ക് മണ്ഡലം നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധ മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധക്കാർ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചു. രാജിവെക്കൂ, പുറത്തു പോകൂ. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കൂ, പുറത്തു പോകൂ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. താലൂക്ക് ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ SDPI വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ജില്ലാ ജനറൽ സെക്രട്ടറി നിസാം ഇത്തിപ്പുഴ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മുജീബ് വെട്ടിക്കാട്ടുമുക്ക് അധ്യക്ഷത വഹിച്ചു. വീണ